ഭാഗ്യമല്ലെങ്കിൽ നമ്മുടെ ജീവിതരേഖയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്താണ്, അപ്രതീക്ഷിതമാണ്, ആകസ്മികമാണ് ജീവിതം തന്നെ. ഉർവശി തന്നെ പണ്ട് 5 വർഷം മുമ്പ് ചിന്തിച്ച പോലെയല്ല ഇന്ന് ജീവിക്കുന്നത്, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാ ഉർവശിയുടെ എന്താ പറയാ ജാതകം തിരുത്തി കുറിച്ചൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. മുന്താണെ മുടിച്ചു. ഒരു പക്ഷെ അതിലൊരു ആ ഒരു പാട്ട് സീൻ അല്ലേ, എനിക്കൊന്ന് ആ കാലഘട്ടത്തിൽ വൈറലായിരുന്നു. ഇന്ന് വൈറൽ എന്നുള്ള വാക്ക് അന്നില്ല. വലിയൊരു എന്താ പറയുക എക്സ്പ്ലോഷൻ ആയിരുന്നു. തമിഴിൽ പരിമളമായി മാറി. കുറെ അതിനുശേഷം കുറെ കുട്ടികൾക്ക് ഞാൻ തന്നെ പേരിട്ടിട്ടുണ്ട് പരിമള എന്ന്. പേരിടാൻ പല ഫംഗ്ഷന് പോകുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ് എന്നുവെച്ചാൽ ഇഷ്ടമുള്ളവരെ കൊണ്ട് പേരിടിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഞാൻ മിസ് ചെയ്ത ആൺകുട്ടിക്ക് പരിമള എന്ന് പേരിട്ടിട്ടുണ്ട്. ഉടുപ്പിട്ടിരിക്കുമല്ലോ, നമുക്ക് അറിയാനൊക്കത്തില്ലല്ലോ. ഒരു പേര് പറഞ്ഞപ്പോ അമ്മ നീங்க உங்களுக்கு പിടിച്ച പേര്. അപ്പൊ കുറെ ശീലമായി. ഇപ്പൊ പിള്ളേർക്ക് കുറെ പരിമളാന്ന് ഇട്ടിട്ട് കഴിഞ്ഞപ്പോ അവര് പറയുന്ന അമ്മ അത് ആമ്പളപ്പിള്ള, പിന്നെ എന്തോ ചെയ്യും, പറവാല്ല നാങ്ക അത് സേത്തിനൊരു പേര് വെച്ചുക്രോന്ന് പറയും. കുറെ കുട്ടികൾ ആ സമയത്ത് പരിമളാന്നുണ്ടായിരുന്നു. ഭയങ്കര ചേഞ്ചായിരുന്നു ആ ഫിലിം. പക്ഷെ ഇതൊന്നും അഭിനയിക്കുമ്പോ എനിക്ക് ഓരോ ദിവസവും എങ്ങനെ ഈ സ്ഥലം വിടാന്നുള്ള ചിന്തയിലായിരുന്നിരുന്നു. പക്ഷേ ഈ മുന്താണെ മുടിച്ച സിനിമ ഉർവശി അവിടെ ഒരുമാതിരി എന്താ പറയാ സൂപ്പർ സ്റ്റാറിന്റെ പദവിയിലേക്ക് ഉയർത്തുന്നുള്ള കാര്യമൊന്നും തലക്കുള്ളിലേക്ക് കയറിയില്ലേ? ഒരിക്കലും ഇല്ല. എന്നെ കുറിച്ച് ആദ്യമായിട്ട് വന്ന വിമർശനം എന്താ അറിയാവോ? ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിനകത്ത് വൈദ്യരുടെ ക്യാരക്ടർ അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഫ്രീലാൻസറാണ്. അന്നേ പത്രങ്ങൾക്കൊക്കെ ന്യൂസ് കൊടുക്കുന്ന ആളാണ്. ഫയൽവാൻ രംഗനാഥൻ എന്തോ ആണ് പേര് പുള്ളിയുടെ. അപ്പൊ അദ്ദേഹം കൊടുത്ത ഒരു 4 വരിയാണ് ദിനത്തന്തി പേപ്പറിൽ ആദ്യമായിട്ട് എന്നെ കുറിച്ച് വരുന്ന ഒരു വിമർശനം. എന്ന് വെച്ചാൽ ഒരു ഗോസിപ്പ് പോലെ വന്നത്. പുതിയതായിട്ടൊരു നായിക വന്നിട്ടുണ്ട്, സ്കൂള് ഫിനിഷ് ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര അഹങ്കാരിയാണ്. ഡയറക്ടർ പറഞ്ഞ ഒന്നും കേൾക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലായി. പക്ഷെ എന്താ അറിയാമോ, ഞാൻ ഈ പറഞ്ഞ പോലെ 7 മണിയാവുമ്പോൾ ചോറുണ്ടിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങും. അതൊരു ഗ്രാമമല്ലേ. അപ്പൊ അതുവരെ സ്കൂളിൽ പോയിട്ട് വന്ന് നമ്മള് ചിത്രഗീതം മാത്രമേ ഉള്ളൂ 7 മുതൽ 7:30 വരെ. അപ്പൊ അവിടെ നിന്ന് ആഹാരം കഴിക്കും, ടിവിയുടെ മുമ്പിൽ നിന്ന് ഉറങ്ങും, ആരെങ്കിലും എടുത്തോണ്ട് പായ കൊണ്ടുവന്ന് കിടത്തി. ഇതല്ലേ ശീലിച്ചോണ്ടിരിക്കുന്നത്. ഇതിപ്പോ 9:30 മണി 10:30 മണി 11 മണി വരെയൊക്കെ രാത്രി ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിൽ ആ ചിന്നഞ്ചിറകിളി എന്നൊരു പാട്ടുണ്ട്, കുഞ്ഞിനെയും കൊണ്ട് പാടുന്ന ഒരു പാട്ട്. 21 ദിവസം എടുത്തു ആ പാട്ട് തീരാൻ. കാരണം ഞാൻ പോയി കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കത്തെ വിളിച്ചാൽ ഞാൻ കരയും. അപ്പൊ ആ പാട്ടെടുക്കുമ്പോൾ 2-3 ദിവസം അതെന്റെ ഫാമിലിയിൽ എല്ലാവരും, കൽച്ചേച്ചി ആവട്ടെ, അതായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നിട്ടും ഒക്കെ അച്ഛനും അമ്മയും നാടകത്തിലായതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇരുന്നുള്ള ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ആ സമയത്താണ് കൂടുതൽ. അപ്പൊ അതുകൊണ്ട് രാത്രി ലേറ്റ് ആവും. രാവിലെ കിടന്നുറങ്ങുന്ന ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഡയറക്ടർ. പരിമളം ഒരുപക്ഷെ ശരാശരി തമിഴ് യുവാക്കളുടെ ഹരമായി മാറി.